അന്താരാഷ്ട്ര ക്യാൻസർ ദിനം ആചരിച്ച് മഞ്ഞുമൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ ട്രസ്റ്റ്. ഇടപ്പള്ളി ലുലു മോളിൽ നടന്ന ക്യാൻസർ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം ഇന്ദ്രജിത് സുകുമാരൻ നിർവഹിച്ചു. സെന്റ് ജോസഫ്സ് ക്യാൻസർ വിഭാഗം മേധാവി ഡോക്ടർ തോമസ് വർഗീസ് ക്യാൻസർ വരാതിരിക്കാനും അതിനെ ചെറുക്കേണ്ടതെങ്ങനെയെന്നും ബോധവൽക്കരണം നടത്തി. മഞ്ഞുമൽ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ ട്രസ്റ്റ് അന്താരാഷ്ട്ര ക്യാൻസർ ദിനാചരണത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ പരിപാടി ഇടപ്പള്ളി ലുലു മാളിൽ വെച്ച് നടത്തി. മഞ്ഞുമൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ 135 വർഷമായി രോഗി പരിചരണ രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹോസ്പിറ്റൽ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ക്യാൻസർ എന്ന രോഗത്തെ പ്രതിരോധിക്കുന്നതിനും അതോടൊപ്പം തന്നെ ചികിത്സ നടത്തുന്നതിനുമായി ആരംഭിച്ചിരിക്കുന്ന ഈ ക്യാൻസർ വിഭാഗത്തിൽ ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെൻറ്റും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും നൽകുന്നതായിരിക്കും. ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ലാൽജു പോളപ്പറമ്പിലിന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത സിനിമാ താരം ഇന്ദ്രജിത് സുകുമാരൻ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ നേരത്തെ ഇത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇത് ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു രോഗമാണ്. നമ്മൾ വളരെ ചെറുപ്പം തൊട്ട് പഠിക്കുന്ന ഒരു കോട്ടുണ്ട്, പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. വളരെ സിമ്പിളായിട്ടൊരു കോട്ടാണ്. പ്രോബബ്ലി ദാറ്റ് ഇസ് ദ സിംപ്ലസ്റ്റ് വേ ടു ഡീൽ വിത്ത് എ ഡിസീസ് ലൈക്ക് ക്യാൻസർ. നമ്മൾ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ചോദിക്കും, ലൈക്ക് പീരിയോഡിക്കായിട്ട് മെഡിക്കൽ ചെക്കപ്പുകൾ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ ചെയ്തിട്ട് വേണം എന്തെങ്കിലും കണ്ടുപിടിക്കാൻ, പിന്നെ എല്ലാം തലവേദനയാണെന്ന് പറയും. പക്ഷേ ക്യാൻസർ പോലൊരു രോഗം ദേഹത്ത് വെച്ച് പ്രവചിച്ചാൽ അത് അതിലും വലിയൊരു തലവേദനയായി മാറാം. വൺസ് ഇൻ 6 months ഓർ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ ഇതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റുകൾ നടത്തുക. ഇതിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായിട്ടും ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അതിന് നമ്മുടെ ചുറ്റുമുള്ളവരെ ബോധവൽക്കരിക്കുക, നമ്മുടെ സുഹൃത്തുക്കൾ, ഫാമിലി മെമ്പേഴ്സ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ജനറൽ ലൈഫ് സ്റ്റൈൽ രീതികൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, കഴിക്കുന്ന ഫ്രീക്വൻസി, കഴിക്കുന്ന സമയങ്ങൾ, ഇതൊക്കെ കുറേയൊക്കെ നമുക്ക് ചിട്ടപ്പെടുത്തിയാൽ ഈ അസുഖം നമുക്ക് മാറ്റി നിർത്താവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. സെന്റ് ജോസഫ്സ് ക്യാൻസർ വിഭാഗം മേധാവി ഡോക്ടർ തോമസ് വർഗീസ് ക്യാൻസർ വരാതിരിക്കാനും അതിനെ ചെറുക്കാനും വേണ്ടിയുള്ള കാര്യങ്ങളെപ്പറ്റി ഉത്ബോധിപ്പിക്കുകയും ചെയ്തു. ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നു പിടിച്ചു കഴിഞ്ഞാൽ വളരെ ബീഭത്സമായിട്ടുള്ള ഒരു ഔട്ട്കമാണെന്നാണ് എല്ലാവരുടെയും ധാരണ. ഇതാണ് എനിക്ക് തരാനുള്ള മെസ്സേജ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ക്യാൻസറിനെ പറ്റിയുള്ള അവബോധം കൂടി, ബേസിക് സയൻസിലുള്ള നോളജുകൾ കൂടി, റിസർച്ചുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവയവങ്ങൾ നഷ്ടപ്പെടാതെയുള്ള ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, സൗന്ദര്യം കൊടുക്കുന്ന ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കുന്ന ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനെ ക്യാൻസർ ചികിത്സ വളരെയധികം പുരോഗമിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ചികിത്സാ മുറകൾ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ അസുഖത്തെ നേരത്തെ കണ്ടുപിടിച്ചിരിക്കണം. അങ്ങനെ നേരത്തെ കണ്ടുപിടിക്കുവാൻ സാധ്യമാണെങ്കിൽ ചിലവുകൾ കുറവാണ്, ഓർഗൻ പ്രിസർവേഷൻ പോസിബിളാണ്, നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടും. മഞ്ഞുമൽ സെൻറ്റ് ജോസഫ്സ് ഹോസ്പിറ്റലിലെ ക്യാൻസർ സെൻറ്ററിൽ ഈ വക എല്ലാ ചികിത്സകളും ഇന്ന് അവൈലബിളാണ്. മറ്റേത് ഹോസ്പിറ്റലുള്ളതിനെക്കാട്ടിൽ ചിലവ് കുറച്ച് ട്രീറ്റ് ചെയ്യാനും സാധാരണക്കാരിലെ ഒരു ആശ്രയമായി മാറാനും ഉള്ള തയ്യാറെടുപ്പിലാണ് മഞ്ഞുമൽ സെൻറ്റ് ജോസഫ്സ് ഹോസ്പിറ്റലിലെ ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റ്. നേരത്തെ കണ്ടുപിടിക്കപ്പെടുവാനും അതിനുള്ള ലക്ഷണങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവഗണിക്കാതിരിക്കാനും അതോടൊപ്പം നല്ല ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാനും നിങ്ങളെയൊക്കെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഹോസ്പിറ്റൽ സ്റ്റാഫ്സിന്റെ സൂംബാത്തോൺ പരിപാടിയും ശ്രദ്ധേയമായിരുന്നു. അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ജിൻസൺ റോഡ്രിഗസ്, അഡ്മിനിസ്ട്രേറ്റർ സെലിൻ മാത്യു, ഡോക്ടർ വിൻസെന്റ് ചക്യാത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,